നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, തോപ്പിൽ രവി KPCCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നല്ലൊരു വാഗ്മിയും രാഷ്ട്രീയ നേതാവും സംഘാടകനൊക്കെ ആയിരുന്നു. അദ്ദേഹം ഒരു പര്യടനത്തിന് സംസ്ഥാന പര്യടനത്തിനിടയിൽ ആലുവടുത്ത് വാഴക്കുളത്ത് വന്നായിട്ടും ഞാനതിൽ പങ്കെടുത്ത എനിക്ക് ഓർമ്മയുണ്ട്. അത് വർഷം 90-ലാണ്. അദ്ദേഹം അത് കഴിഞ്ഞ് അതിൽ താമസിച്ച് മരിച്ചുപെട്ടത്. അദ്ദേഹത്തിന് 36ാമത് ചരമദിനമാണ്. ആ മഹാത്മാവിൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി ദേഹത്തുകൊണ്ട് തുടങ്ങാം. ഇന്നിപ്പോൾ ഇടത്തയിൽ സഖാവ് മോഹൻ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവിനും നിത്യശാന്തി ദേഹം. രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു നമ്മൾ വിഷയത്തിൽ കിടക്കാം. ഒന്ന്, ഈ വൈറ്റമിൻ ഡി ഇല്ലേ, ഇന്നിപ്പോൾ ഒരു ചാനൽ അതിനെക്കുറിച്ച് പറഞ്ഞു. സന്തോഷമുണ്ട്. വൈറ്റമിൻ ഡിയുടെ ഷോർട്ടേജ് ഇന്ന് ലോകവ്യാപകമായിട്ടുണ്ട്. വൈറ്റമിൻ ഡിയുടെ അത് കിട്ടുന്നത് 95% പ്രകൃതിദത്തമാണ്. സൂര്യപ്രകാശത്തിൽ കിട്ടുന്നതാണ്. 5% മാത്രമാണ് മനുഷ്യൻ്റെ. ഇതിപ്പോൾ ഡോക്ടർമാരും എല്ലാം കുറച്ചു കൊടുക്കുകയാണ്. അത് വാങ്ങിച്ചു കഴിച്ചു ആഴ്ചയിലൊന്ന് മാസത്തിലൊന്നൊക്കെ കഴിച്ചു. അത് 100 രൂപ വരുന്നുണ്ട്. അതൊന്നും 5% ബാക്കി 90% ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാൽ, ഞാൻ മൊയ്തീൻ ഷാ ഒരു വലിയ പണക്കാരൊന്നും, എൻ്റെ വീട്ടിൽ നിന്ന് 3 കാർ കിടപ്പുണ്ട്. പക്ഷേ ഞാനത് അപൂർവം ഉപയോഗിക്കുന്നുള്ളൂ. എൻ്റെ മക്കളൊക്കെ ഉപയോഗിക്കുന്നു. ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോഴും ആക്റ്റീവാണ്. വെറും ആക്റ്റീവാണ്. എന്താ കാരണം? സൂര്യപ്രകാശം കിട്ടും, വൈറ്റമിൻ ഉണ്ടാവും. ഞാൻ ഇത് അനുഭവം കൊണ്ട് പറയാണ്. കുറച്ച് ഒരു 5-6 മാസം മുൻപ് വരെ എനിക്ക് മറ്റസുഖമൊന്നും ദൈവാനും കൂടെ നിങ്ങളുടെ പ്രാർത്ഥന ഇല്ല, എങ്കിലും ചെറിയൊരു ക്ഷീണം തോന്നി. ഞാനത് എന്ത് എന്നാലും നമ്മൾ അന്വേഷിക്കും. നമ്മുടെ ചിന്തയും പഠനമാണല്ലോ നമ്മുടെ ജീവിതം 10-60 വർഷമായിട്ട്. അപ്പോൾ ചില വിദഗ്ധന്മാർ മനസ്സിലായി ഇത് വൈറ്റമിൻ ഡിയുടെ കുറവായിരിക്കാമെന്നോ സംശയം പറഞ്ഞു. എന്തോട്ടെ, ഗുളിയൊന്നും വാങ്ങിച്ചിരിക്കാൻ പോയില്ല. കനാൻസിയമാളുകൾ മനസ്സിലായില്ലേ, പൈസ ചിലവുണ്ട്. നമ്മളതിന് ശേഷം ആക്റ്റീവ് സ്കൂട്ടറിൽ നടക്കും. അത് കുറച്ചൊരു വെയിലുള്ള സമയത്ത്. സാധാരണ ഞാനൊക്കെ നടക്കുന്ന ഒരു 11 മണി കഴിഞ്ഞപ്പോൾ ഒരു പുറത്തിറങ്ങില്ല ബൈക്ക്. പിന്നെ ഒരു 4 മണിക്കായിട്ട് ഇറങ്ങുള്ളൂ. ആ സമയത്തുള്ള ചൂട്, ആ സമയത്ത് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഇറങ്ങൂല. അത് പലരും ചെയ്ത് അങ്ങനെയാണ്. അത് തെറ്റാണ്. അഥവാ ഇറങ്ങിയാൽ തന്നെ തലയിൽ ഹെൽമെറ്റ് വയ്ക്കും, സ്കൂട്ടറൊക്കെ അല്ലേ, പിന്നെ കൈ ഉറയൊക്കെ ഇടും. കാറാണെങ്കിൽ കംപ്ലീറ്റ് AC ആയിരിക്കും അടിച്ചു. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ സമാധാനപരമായിട്ട് മുന്നോട്ട് പോയി ജീവിക്കുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം എടുക്കണം. ഒരു 11-നും 3-നും ഇടക്ക്, പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോഴേ വൈകിട്ട് 4 മണിക്ക് ശേഷം സൂര്യപ്രകാശം നല്ലതാണ് വൈറ്റമിൻ ഡി ഉണ്ടാകുക. ഇപ്പോൾ ഡോക്ടേഴ്സ് അത് പോരാ, അവർക്ക് പവറില്ല. ആ സമയത്ത് 11-നും 3-നും ഇടക്ക് കൊള്ളണം. 11-നും 3-നും ഇടക്ക് കൊള്ളും. ഒരു 10-15 മിനിറ്റ് കൊള്ളാൻ നല്ലതാണ്, ആഴ്ച 4 ദിവസം. അതിന് പകരം ഞങ്ങൾ 2-3 ആഴ്ച, ഒരു മാസം കൊണ്ട് കാര്യം പറഞ്ഞിരുന്നു. സർക്കാർ ഓഫീസുകൾ, അമ്പലങ്ങൾ, പള്ളികൾ, ദേവാലയങ്ങളിലും കൃത്യം 1 മണിക്ക് 5 മിനിറ്റുകൾ ഒരു സൈറൻ മുഴക്കുക. എല്ലാവരും ഓഫീസിലെ അമ്പലത്തിനോ അല്ലെങ്കിൽ പള്ളിയുടെ പുറകിൽ നിൽക്കുക. അത് കഴിഞ്ഞ് 1 മിനിറ്റ് ഒന്നുകൂടി സൈറൻ ചെയ്യുക, റെഡിയായി നിൽക്കുക. ഒരു 10-20 മിനിറ്റ് വീണ്ടും സൈറൻ മുഴക്കുക. അപ്പോൾ ഓഫീസിൽ കയറി പോവാം. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാമല്ലോ. അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിലെ പ്രത്യേക അറിയിപ്പ് അനൗൺസ് ചെയ്യുക. അമ്പലത്തിലൊക്കെ ഇപ്പോൾ മൈക്ക് സെറ്റിലാണ് അനൗൺസ് ചെയ്യാം, ഇതിൻ്റെ ഇതിൽ കൊണ്ടുവന്ന്. ഇതൊക്കെ നല്ല കാര്യം. ഒരു 10 പൈസ ചെലവില്ലാത്തതാണ്. പക്ഷെ ഇതിനൊന്നും ചിന്തിക്കുന്ന നമ്മുടെ രാഷ്ട്രീയക്കാർക്കും ബിസിനസ്സുകാർക്കും പൊതുപ്രവർത്തകർക്കൊന്നുമില്ല. അവർക്കെല്ലാം അസംബ്ലി എങ്ങനെ ജയിക്കാം, അങ്ങനെ കട്ടുണ്ടാക്കാം എന്നുള്ളതാണ്. അതല്ല അവർ ചെയ്യണ്ടേ. മറ്റൊന്ന്, അത് കുറച്ചൊരു ഗൗരവമുള്ള കാര്യമാണ്. ഇത് ഗൗരവമില്ലെന്നല്ല, അത് ഈ ഭിക്ഷാടനം കൊണ്ട്. ഞാൻ ഈ കാര്യം ഒരു കാര്യം പറയാം. നമ്മൾ ഒരു 80 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ ശ്വസിക്കുന്ന വായുവിൻ്റെ മൂല്യം കണക്കാക്കിയാൽ അത് കോടിക്കണക്കിന് രൂപ വരും. അപ്പോൾ ദൈവം നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ വായുവാണ് നമുക്ക് ഓക്സിജനായിട്ട് തരുന്നത്. പുറത്തൊരു ഓക്സിജൻ വാങ്ങിച്ചാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രകൃതിയുണ്ട്. പ്രകൃതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡി അതുപോലെയാണ്. 10 വർഷം ചിലവില്ല നമുക്ക്. അതുപോലെ ഈ ഭിക്ഷാടനം കൊണ്ട് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, കുഞ്ഞുമക്കൾ ഒക്കെ അന്യായത്തിൽപ്പെട്ട് പോകുന്നു. അവർ വീണ്ടും ഭിക്ഷാടനത്തിൽ വരുന്നു. അതുകൊണ്ട് ലോകവ്യാപകമായിട്ട് ചില സംഘടനകൾ ഒരു തീരുമാനം പറഞ്ഞാൽ, അഭിപ്രായം പറയും. അത് പ്രായമാണെന്ന് ഞാൻ ചിന്തിക്കണം. അതായത് തെണ്ടി വരുന്ന ആർക്ക് നമ്മൾ 10 പൈസ കൊടുക്കരുത്, അവർക്ക് ഭക്ഷണം കൊടുക്കാവൂ. ഐഡിയ ഇസ് ഗുഡ് ബട്ട് ലെഗ് ഇസ് ബൈ എന്ന് തോന്നില്ലേ. അതായത് ഐഡിയ നല്ലതാണ്. പക്ഷെ ഇത് നമ്മൾ ഒരു കൊടുത്ത് കൈ ഒഴിക്കും. ഈ ഭക്ഷണം വാങ്ങിച്ച് കാത്തിരിക്കാനും ആളെ കാത്തിരിക്കാനും അതൊക്കെ പ്രായോഗികമാണോ? പ്രായോഗികമാണെങ്കിൽ സർക്കാർ ലെവൽ മുൻകൈയിട്ടെടുത്താൽ ഏറ്റവും നല്ല കാര്യമാണ്. അത് സർക്കാർ മുന്നിട്ടെടുക്കണം. തെരുവിൽ നടക്കുന്ന ആൾക്കാരെ പിടിച്ച്
അവിടെ റെസ്ക്യൂ ഷെൽട്ടറൊക്കെ ഉണ്ട്, അവിടെ ആക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, കിടക്കാനുള്ള സൗകര്യം കൊടുക്കുക. അതിന് ഈ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുക. ആൾക്കാർ ഫണ്ടൊക്കെ ഇഷ്ടംപോലെ ഫണ്ട് തരും. ഇങ്ങനെ ഉണ്ട്, ഫോർട്ട് കൊച്ചിയിലും തോപ്പിടിക്കുന്നുണ്ട്, പക്ഷെ ആരും അവിടെ കൊടുക്കില്ല, അവർക്ക് കാശാണ്. എന്നാൽ അത് ഒരു വലിയ മാഫിയ സെറ്റാണ്. ഇപ്പോൾ ഭിക്ഷാടനത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കോടികളുടെ ബിസിനസ് നടക്കുന്നത് ഈ അവയവദാനമാണ്. കൊച്ചു 2 വയസ്സ് 3 വയസ്സ് 5 വയസ്സ് കുട്ടികളെ കൊണ്ടുപോയിട്ട് വിറ്റഴിച്ചാൽ ഇപ്പോൾ ചുരുങ്ങി 10, 20, 50, 100 കോടിയൊക്കെ കിട്ടുവാൻ. ഒരു ഹൃദയത്തിനും ഒരു കരളിനൊക്കെ എൻ്റെ കോടികൾ വിലയുണ്ട്, വില നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പ് ലോകവ്യാപകമായിട്ട്, കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഈ കഴിഞ്ഞ വർഷം എത്ര ആയിരം മനുഷ്യർ കാണാവുന്നിട്ടുണ്ട്. ഇതൊക്കെ എവിടെ പോയി, എന്തിനു പോയി ചിന്തിക്കണ്ടേ? അപ്പം അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചും സർക്കാരുകളും അസോസിയേഷനുകളും പാർട്ടിക്കാരും ഒക്കെ ചിന്തിക്കുന്ന നല്ലതാണെന്നൊരു ഓർമ്മ പറയണം. ഇനി മറ്റൊന്നും നമ്മുടെ തിരഞ്ഞെടുപ്പിനാണ് വിഷയം. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയുന്നത് മറ്റ് ഇതര സമുദായത്തിൽ ബുദ്ധിജീവികൾ ഉൾപ്പെടെ, പ്രത്യേകിച്ച് എൻ്റെ സമുദായത്തിലെ യുവാക്കളെ ചിന്തകരെ ഒരു കാര്യം ഞാൻ പറയാം, അത് നിങ്ങൾ വിലയിരുത്തണം. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ മലഗാവ്, അവിടെ ഒരു ബോംബ് സ്ഫോടൊക്കെ വലിയ ചർച്ചാ സ്ഥലം. അവിടെ 90% മുസ്ലിങ്ങളുടെ മേഖലയാണ്. അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേറ്റ് തെരഞ്ഞെടുപ്പിൽ നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾ ജയിച്ചു. മുസ്ലിം ജയിച്ചിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു അപകടം കാണുന്നത്, ബുദ്ധിയുള്ള മുസ്ലിം സമുദായത്തെ ചിന്തകന്മാർ ചിന്തിച്ച് നിങ്ങളുടെ അനുയായികളോട് പറയണം. കാരണം ഇസ്ലാം എന്ന സംഘടന പേര് ഇവിടെ മെക്ക എന്നിട്ട് പോലെ, മെക്കയൊക്കെ സാംസ്കാരിക സംഘടന, അത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ അങ്ങനെ ജാതി ഇടുന്നില്ല. അത് പറയുമ്പോൾ മുസ്ലിമിനെ കുറിച്ച് പറയേണ്ടി വരും. ഞാനിപ്പോൾ മുന്നണി സംസ്കാരം നിൽക്കണം, മുസ്ലിമിനെ കുറ്റപ്പെടുത്തല്ല. മുസ്ലിം ലീഗ് തുടങ്ങിയിട്ട് 88 വർഷമായില്ലേ? ഇത്രയും കാലം എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. അത് ആ മുസ്ലിം എന്ന പേര് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ വളർച്ച മുരടിച്ചത്. അത് മനസ്സിലാക്കുന്നില്ല. അത് അന്നത്തെ പൂർവികർ ചിലർ പറഞ്ഞെങ്കിലും അന്നത്തെ ചിലർ സമ്മതിച്ചാൽ മുസ്ലിം ലീഗ് തന്നെ ഇട്ടു അതിൻ്റെ ആപത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇസ്ലാം എന്ന പേര് ഒപ്പിച്ചിട്ടുണ്ടായി, ഇന്ത്യ പേര് ഒപ്പിച്ചിട്ട് ഒരാൾ മത്സരിച്ച് വോട്ട് കിട്ടി. അത് അവർ ധരിക്കുന്നത് വളർച്ച. വളർച്ചയല്ല, അത് ബുദ്ധിയുള്ള ചിന്തകരെ നിങ്ങൾ മനസ്സിലാക്കണം. അത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് വളർച്ചയല്ല, മറിച്ച് തളർച്ചയാണ്. എൻ്റെ ഒറ്റ ഉദാഹരണം പറയാം. ഞാൻ താമസിച്ച കലൂർ, തൊട്ടപ്പുറത്ത് കറുകപ്പള്ളി, പണ്ട് കൊച്ചു പാകിസ്ഥാൻ, ഇപ്പം മിനി ബോംബെ. 90% 80% മുസ്ലിങ്ങൾ വരിക. അവിടെ ഒരു സംഘടന ശക്തിയാണ്. അവർ എന്ത് നടക്കും എന്നിട്ട് അതുപോലെ എത്ര പോക്കറ്റുള്ള രീതിയിൽ. കറുകപ്പള്ളി പോലെയുള്ള ഒരു 15,000 1.5 ലക്ഷം പോക്കറ്റുകളുണ്ടാവും ഇന്ത്യയിൽ, 1.5 ലക്ഷം. അതിൽ ഇതുപോലെ ഒരു 10-14 പോക്കിൽ നമ്മൾ ശക്തിയായതുകൊണ്ട് കാര്യമുണ്ടോ? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മുസ്ലിം ഐക്യവേദി എല്ലാം കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ദളിത് ഐക്യവേദി എല്ലാം കൊണ്ട്, മാനവിക ഐക്യവേദി അല്ലെങ്കിൽ ജനകീയ ഐക്യവേദി, എല്ലാവർക്കും ചേരാവുന്ന ഒരു ഐക്യവേദി. നിങ്ങൾ എന്നിട്ട് മുസ്ലിങ്ങൾ തന്നെ സംഘടിപ്പിച്ചോ കുഴപ്പമില്ല, അല്ലെങ്കിൽ ദളിത് സംഘടിപ്പിച്ചോ കുഴപ്പമില്ല. പക്ഷെ പേര് മുസ്ലിം ഐക്യവേദി നല്ല വേണ്ടത്, ദളിത് ഐക്യവേദി എന്നല്ല. ഇത് ഇവിടെ ഒരു സംഭവം ഉണ്ട്, മുസ്ലിങ്ങൾ ആ മുസ്ലിം ഐക്യവേദി. ഈ ദളിതിനൊരു പണിയുണ്ട്, എവിടെ ഉണ്ടായി പോലീസ് സംഘടന അല്ലെങ്കിൽ ദളിത് ഐക്യവേദി. അതിൽ അപകടമുണ്ട്. അപകടം ഏതുപോലെ എന്ന് വെച്ചാൽ, ഇവിടെ സംഘപരിവാർ ആഗ്രഹിക്കുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനി ഇപ്പോൾ 2% ഇന്ത്യയിൽ, അത് വലിയ പ്രശ്നമല്ല ഇന്ത്യയെ സംബന്ധിച്ച്. കേരളത്തിലെ ഒരു 20% മുസ്ലിങ്ങൾ മുഴുവൻ സംഘടിക്കണമെന്നാണ്. അവർക്ക് ഒരു ഇഷ്ടക്കുറവില്ല. നിങ്ങൾ മുസ്ലിം പേരിൽ സംഘടിക്കാവൂ, ജാതി പേരിൽ സംഘടിക്കാവൂ. ജാതി പേരിൽ മുസ്ലിം മുഴുവൻ സംഘടിച്ചിട്ട് അവർക്ക് സന്തോഷമുള്ളൂ. അതിൻ്റെ സൈഡ് എഫക്റ്റ് പാർശ്വഫലം എന്താ അറിയോ? ഞാൻ മുസ്ലിം ചിന്തകരോട് പറയണം, യുവാക്കളോട്, നിങ്ങളുടെ സമുദായത്തെ ഉയർത്തണം. ബാക്കി 80% അവർ കയ്യിലേക്ക് വന്നില്ലേ? അതല്ലേ അവരാഗ്രഹിക്കുന്നു. അവരാഗ്രഹിക്കുന്നതിന് അതിന് വഴിവിട്ട് കൊടുക്കാല്ലേ, വഴിമരുന്നിട്ട് കൊടുക്കാല്ലേ. ഇതിനു വേണ്ടി ഈ പറഞ്ഞ ഇസ്ലാം എന്ന സംഘടന രൂപീകരിക്കുക. ഇതൊരു കോൺഗ്രസ് നേതാവിൻ്റെ മക്കളെന്താ തുടങ്ങിയത്, മകനാണ് തുടങ്ങിയാൻ. ഈ സംഘം ഒരു എത്ര കോടി കൊടുത്തു കാണും? അവർ കൈയൊട്ടിച്ചിരിക്കല്ലേ? അവർ ആഗ്രഹിച്ച് നടന്നു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള അത് കൂടെ വന്നോളൂ. അപ്പോൾ ബുദ്ധിയുള്ള മുസ്ലിം സമുദായത്തിലെ ചിന്തകരെ, നേതാക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. അങ്ങനെ ജാതിയുടെ പേരിൽ നമ്മൾ സംഘടിക്കുന്നത് രാഷ്ട്രീയമായിട്ട്, ഞാൻ മതപരമല്ല പറഞ്ഞത്, മതപരമായിട്ട് എന്തുകൊണ്ട് ആർക്കാ മാറ്റാൻ പറ്റില്ല. രാഷ്ട്രീയമായിട്ട് ജാതിയുടെ പേരിൽ സംഘടിപ്പിക്കുകയോ ചെയ്യുന്നത് ബുദ്ധിപൂർവ്വമല്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ ഖൗമിന് അല്ലെങ്കിൽ ഈ സമുദായത്തിൽ ഇല്ലെങ്കിൽ, ആ സമുദായം ആ ഖൗമ് നാശത്തിന്റെ പക്കത്താണ്, അതമ്പതിച്ച വർഗത്തിൽ പെട്ടുപോകും. ബുദ്ധിയിൽ ചിന്തിക്കും.
അത്യാപകടകാരല്ലേ? ഇവിടെ ജോസഫ് സാറിൻ്റെ കൈവെട്ടി. ഇപ്പം ജോസഫ് സാറിൻ്റെ കൈവെട്ടിയിട്ട് ആ മെസ്സേജ് ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികളിൽ കൊടുത്താരാണ്? സഭയാണെന്ന് പറഞ്ഞേ. ഇത് ഒന്നുണ്ട്. സഭ മറ്റൊരു കാര്യം പറഞ്ഞു. സഭയുടെ ഒരു പുരോഹിതൻ ക്രിസ്ത്യാനികളിൽ കഴിയുന്നത് ഇവിടെ ഭയപ്പെട്ടാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞതിന് ശേഷം സഭ പറഞ്ഞു സഭയെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി പോപ്പുലർ ഫ്രണ്ടുകാർ. മനസ്സിലാക്കുന്ന സഭ ബുദ്ധിയുള്ള ആൾക്കാരുണ്ടല്ലോ, എൻ്റെ പൊന്ന് സഹോദരന്മാരെ, പൊന്ന് സഭാ നേതാക്കളെ, ഞാൻ ബഹുമാനിക്കുന്ന ഒരു വർഗമാണ് നിങ്ങൾ പാതിമാർ. അപ്പോൾ അതിൽ ബുദ്ധിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. TH മുസ്തഫ ആഭ്യന്തരമന്ത്രിയല്ല, പിന്നെന്താണ്, ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു. TH മുസ്തഫ കേട്ടതിൽ ഒരു ആൾക്കാർ ഒന്ന് മാറി നിൽക്കും. കാരണം അത്ര ഒരു ശക്തനോ അത്ര ഉള്ള ആളാണ്. ആ TH മുസ്തഫയുടെ ഓഫീസിൽ മന്ത്രിയുടെ വീട്ടിൽ അദ്ദേഹം ഇല്ലാത്തപ്പോൾ അന്ന് വണ്ടി ഓടി ഇലക്ഷൻ. ഇപ്പോൾ പട്ടിയത്തിൽ ഒരു മാപ്പിള ജോസഫാണ് 10,000-5,000 കൊടുക്കാമെന്നൊരു പല പ്രാവശ്യം വന്നില്ല. അപ്പോൾ ഒരു ദിവസം എന്തോ ഒരു വർക്ക് സംസാരിച്ചു അവിടെ ഉടനെ DYSP ഓഫീസ്, അന്ന് SP ഓഫീസ് ഇല്ലെന്നു, DYSP ഓഫീസ് സർക്കിൾ ഓഫീസുള്ളൂ, DYSP ഓഫീസ് ആലുമില്ലാത്ത വിളിച്ചു. 5 വണ്ടി പോലീസ് വന്നു അല്ല പിടിച്ചോടേക്ക്. ഇതിനെയൊക്കെ വലിയ നാണക്കേട് വേറെ ഉണ്ടോ? എൻ്റെ വീട്ടിൽ അതൊരു മന്ത്രിയെ പോലെ മന്ത്രി വീട്ടിലത് ഒരു ഓട്ടോറിക്ഷക്കാർ അല്ലെങ്കിൽ ഒരു ടാക്സി ഡ്രൈവർ അല്ലെങ്കിൽ ടെമ്പോ ഡ്രൈവറിൽ വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പിന്നെ ആ മന്ത്രി ജീവിച്ച കാര്യമുണ്ടോ? മുസ്തഫ വന്നപ്പോൾ വഴക്ക് പറഞ്ഞു. മുസ്തഫ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞു. അതുപോലെയല്ലേ സഭയുടെ ഒരു അത് പുരോഹിതം പറയാണ് ഇവിടെ ഞങ്ങൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ടുകാർ. ഒന്ന് ആലോചിച്ച് നോക്കി, മനഃശാസ്ത്രം ഒന്നും ഉണ്ടോ സഭയിൽ? ഞാൻ സഭയിൽ ഈ പറഞ്ഞ ബുദ്ധിജീവികളും കുഞ്ഞാളും ചോദിക്കുന്നത് മനഃശാസ്ത്രം എന്നൊന്നും ഉണ്ടോ? നിങ്ങൾ പറഞ്ഞതിൻ്റെ അതിൻ്റെ ഭവിഷ്യത്ത്, സൈഡ് എഫക്റ്റ്, പാർശ്വഫലം എന്തറിയോ? ഇവിടെ മുസ്ലിം സമുദായത്തിൽ ഒരു 5% പോലും പോപ്പുലർ ഫ്രണ്ടുകാരില്ല കേരളത്തിൽ. 1.1% ഉള്ളൂ. അതിന് സൃഷ്ടിയുടെ സംഘപരിവാർ സൃഷ്ടിച്ച പണം കൊടുത്ത് മുസ്ലിങ്ങൾ തീവ്രവാദികളെ കൈപിടിച്ച് സംഘപരിവാർ പണം കൊടുത്ത് വളർത്തിയിട്ട് അങ്ങനെ അവരിലെല്ലാം സംഘടിച്ച് കഴിഞ്ഞപ്പോൾ അവരങ്ങനെ തന്നെ കൊണ്ട് അകത്തുകൊണ്ട് കിട്ടും. അവരാരും പുതിയിരിക്കില്ലല്ലോ. അത് വലിയ സയൻസ്. അത് ഞാൻ പിന്നെ പറയും, ഇപ്പോൾ അതിൽ കിടക്കുന്ന സമയമില്ല. 1% പോലും പോപ്പുലർ ഫ്രണ്ടുകാർ കേരളത്തിലില്ല. അപ്പം മുസ്ലിം സമുദായം ഇവിടെ ന്യൂനപക്ഷമാണ്, ഭൂരിപക്ഷമല്ല. എണ്ണം കൊണ്ടാണെങ്കിൽ മൊത്തം സൂര്യപക്ഷം. ആ ന്യൂനപക്ഷത്തിൽപ്പെട്ട ന്യൂനപക്ഷമായ 1% പോപ്പുലർ ഫ്രണ്ടുകാരെ പേടിച്ചാണ്, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാർ ഇവിടുത്തെ ശക്തരായ ലോകവ്യാപകമായ സഭയെ ഹൈജാക്ക് കൊണ്ടുപോകുന്ന ഒരു അച്ഛൻ വേദ്യമല്ല ഒരു ബിഷപ്പ് പറഞ്ഞത്. എൻ്റെ ബിഷപ്പ് നിങ്ങൾ ആത്മഹത്യയല്ല നല്ലത്. എന്തിനാണ് നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത്? 1% പോലും ശക്തിയില്ലാതെ, വലിയ അക്ഷാഭ്യാസമില്ല, വലിയ വിദ്യാഭ്യാസമില്ല, വലിയ സമ്പത്തില്ല. ഈ തീവ്രവാദികളും ഭീകരവാദികളും സമ്പന്നന്മാരെ വിദ്യാഭ്യാസം ആയിരിക്കില്ലോ, ഒരു ആവേശം കൊണ്ട് വരുന്നത്. അങ്ങനെ വരുന്നൊരു വിഭാഗം അത് ഉണ്ടാക്കിയത് വേറെ പാർട്ടിയാണ്. അതല്ലേ കൈവെട്ട് വലിയ കാര്യമുണ്ട്. അതൊക്കെ തെറ്റാതെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന പോപ്പുലർ ഫ്രണ്ട് ആരാണ്? PFI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അവരാണ് ഞങ്ങളെ വടിയെറ്റിച്ച് ഞങ്ങളെ ഹൈജാക്ക് കൊണ്ടുവരുന്ന അച്ഛൻ പറഞ്ഞു. അച്ഛല്ല, ഒരു തിരുമേനി, ഒരു ബിഷപ്പ്. പൊതുസമൂഹം മുതൽ ഞാൻ ചോദിക്കുകയാണ്, ആ പറഞ്ഞതിൽ വല്ല സത്യം ഉണ്ടാകാൻ പാടുണ്ടോ? ഞാൻ TH മുസ്തഫയുടെ വീട്ടിലെ കാര്യം പോലെ അനുഭവം ഗുരു. എനിക്കിനി ഉദാഹരണം പറയാൻ പറ്റില്ല, എനിക്ക് യഥാർത്ഥം പറയാൻ സമയമുള്ളൂ. കഴിഞ്ഞ സംഭവം മാത്രം പറയാൻ പറ്റുള്ളൂ. അല്ലാതെ പറയാൻ എനിക്ക് സമയമില്ല. വെയിറ്റഡ്, എനിക്കൊന്നും സമയമില്ല, ഊഹിച്ച് പറയാൻ സമയമില്ല. കഴിഞ്ഞ സംഭവം മാത്രം പറയും. അപ്പോൾ മുസ്തഫയുടെ വീട്ടിൽ സാധനം സംഭവം പറഞ്ഞത്, മുസ്തഫ ഞാനൊക്കെ വളരെ അടുത്താണല്ലോ. അതുപോലെ ഒരു സംഭവമില്ല ഇത്. തൻ്റെ വീട്ടിൽ കയറി പോപ്പുലർ ഫ്രണ്ടുകാർ വന്നില്ല, തൻ്റെ സഭയുടെ പള്ളിയിൽ കയറി പോപ്പുലർ ഫ്രണ്ടുകാർ എന്നെയൊക്കെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഞങ്ങൾ വഴി തെറ്റിച്ചോ, ഞങ്ങളെ പേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ സഭയെ കൂടി ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ബുദ്ധിയുള്ള സഭ ഒന്ന് ചിന്തിച്ചു നോക്കട്ടോ. ഇതാണ് അവസ്ഥ. അതുപോലെ മറ്റൊരു സംഭവം പറഞ്ഞു, മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് വേണ്ട, 27 സീറ്റ് മതി, അതിൽ 2-3 സീറ്റ് അമുസ്ലിങ്ങൾക്ക് കൊടുക്കാണ്. അപ്പോൾ അതിനവർ വേറെ സീറ്റ് കൂടുതൽ ചോദിക്കാതെ കാരണം പറഞ്ഞറിയോ? ഞങ്ങൾ 5ാം മന്ത്രിസ്ഥാനം ചോദിച്ച് ആകെ ആപത്തായി. ഇവിടെ ഭൂരിപക്ഷ സമുദായം പെടുങ്ങി, അത് ഭൂരിപക്ഷ സമുദായം ഒന്നായി. അതുകൊണ്ട് LDF ജയിച്ചു, ഞങ്ങളിതൊക്കെ UDF തോറ്റു. എൻ്റെ പൊന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ, നിങ്ങൾ 5ാം മന്ത്രി ചോദിച്ച രീതി തെറ്റാൻ സംശയക്കാത്തില്ല. നിങ്ങൾ 5ാം മന്ത്രി ചോദിച്ചതിൻ്റെ പേരിലല്ല ഇവിടെ ഭരണം LDF കൊണ്ടുപോയത്. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ശാസ്ത്രീയമായിട്ട് പറയാണ്, തത്വജ്ഞാനപരമായിട്ട് പറയാണ്, മനഃശാസ്ത്രപരമായിട്ട് പറയാണ്.
സഹമായിട്ട് പറയണം. അതായത് അറബിക് സർവകലാശാല തുടങ്ങാൻ വേണ്ടി 4-5 പ്രാവശ്യം മലബാറിൽ നിന്നും മുസ്ലിങ്ങൾ, 10,000 മുസ്ലിങ്ങൾ നിങ്ങളുടെ സെക്രട്ടറി, നിങ്ങളുടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സെക്രട്ടറിയുടെ മുമ്പിൽ വന്നില്ലേ കുഞ്ഞാക്ക? നിങ്ങളത് എന്താ പരിഹാരം ചെയ്തു മാത്രം നിങ്ങൾ അവർ കളിയാക്കി വിട്ടില്ലേ, അവഹേളിച്ചു വിട്ടില്ലേ? ആ വൈരാഗ്യം തീർത്താൻ 2% മുസ്ലിങ്ങളോട് LDF ചായവായത്. അതാണ് LDF ഭരണം കിട്ടിയത്, UDF ഭരണം പോയത്. അല്ല അമ്പലത്തിൻ്റെയോ അല്ലെങ്കിൽ 5-ാം മന്ത്രി സ്ഥാനം ചോദിച്ചല്ല. 5-ാം മന്ത്രി ചോദിച്ചു, അത് ശരി തന്നെ, അതൊന്നും നല്ല മെയിൻ കാരണം. അത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങളിപ്പോൾ 5-ാം മന്ത്രി, അതുകൊണ്ട് ഇനി സീറ്റ് ചോദിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ ഞാൻ UDF നേതാക്കളോട് പറയുകയാണ്, ഞാൻ എൻ്റെ ബഹുമാനത്തോട് പറയുകയാണ്, പിണങ്ങല്ല. ഇനി അവസരമില്ല, ലാസ്റ്റ് ബസ്സാണിത്, UDF ജയിച്ചേ തീരും. അപ്പോൾ അതിലിപ്പോൾ എനിക്ക് എൻ്റെ സമൂഹത്തിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്, ഞാൻ ആ മെസ്സേജ് നിങ്ങളെ അറിയിക്കുന്നതല്ല, എൻ്റെ അഭിപ്രായമല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ചാൻസും ഇല്ല. ഞാനൊരു വ്യക്തി അല്ലെങ്കിൽ ഞങ്ങൾ ചെറിയ പാർട്ടിയാണ്. സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് നിങ്ങൾ അറിയിക്കണം. അവർ പറഞ്ഞിട്ടുണ്ട്, ഒരു 1/3 സീറ്റ് കണക്കാക്കി 47 സീറ്റെങ്കിലും മുസ്ലിം സമുദായത്തിൽ കൊടുക്കണം. 47 140-ൻ്റെ 1/3 47 വരും. 47 സീറ്റുകളും മുസ്ലിം സമുദായത്തിൽ കൊടുത്തില്ലെങ്കിൽ, ലീഗിനോ മറ്റോ കോൺഗ്രസ് ആർക്ക് കൊടുക്കുന്നില്ല, മൊത്തത്തിൽ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് അത് അകന്നു പോകും, വിഷമം തോന്നും. ആ വിഷമം തോന്നിയാൽ ഞങ്ങൾ പ്രതികരിക്കുന്നതിൽ ഇപ്പോൾ അനുകൂലമായിട്ടായിരിക്കില്ല, UDF അനുകൂലമായിട്ടായിരിക്കില്ല. അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യിക്കരുത് എന്ന് പലരും വളരെ ശ്രദ്ധാപൂർവ്വം, ബുദ്ധിപൂർവ്വം, നയപൂർവ്വം, തന്ത്രപൂർവ്വം നമ്മളോട് പറയുന്നത് മെസ്സേജായിട്ടും ഫോൺ കോളായിട്ടും നേരിട്ട് കണ്ടും അല്ലാതൊക്കെ ആയിട്ട്. ഇത് ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴത്തെ ലിസ്റ്റ് വെച്ച് നമ്മൾ 27 ലീഗിന് കൊടുത്തു, അതിൽ 3-4 അമുസ്ലിം വരും, ബാക്കി ഒരു 20-24 കാണുള്ളൂ. 24 പോയിട്ട് ബാക്കി 23 സീറ്റ് മുസ്ലിം സമുദായത്തിൽ കൊടുക്കണം. നിങ്ങൾ എവിടെ കൊടുക്കും? ഒരു ജില്ലയിൽ ഒരെണ്ണം വെച്ച് കൊടുത്താൽ 14 ഉള്ളൂ. അപ്പോഴും കൂടെ നിലവിളി കൊടുക്കും. അങ്ങനെ നിലവിളി നോക്കിയിട്ടൊന്നും കാര്യമില്ല. കുട്ടി ഇപ്പോൾ പനി വരുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കും, കുട്ടി കരച്ചിൽ വെക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ എടുത്ത് പനി മാറില്ല. അതുപോലെ അങ്ങനെ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. യാഥാർത്ഥ്യമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യണം, മല്ലിടണം, യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഞാൻ സതീശോടും പിന്നെ എല്ലാ കോൺഗ്രസ് നേതാക്കളോടും ലീഗുകാരുടെ ഉൾപ്പെടെ പറയാണ്, ലീഗുകാർ വാദിക്കുന്ന അവിടെ അവർക്ക് കിട്ടുന്ന സീറ്റ് മാത്രമേ അവർ വാദിക്കുള്ളൂ. അതുപോരാ, മുസ്ലിം ലീഗ് പിന്നോക്കത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ പാർട്ടി കൂടി അത് ഉറപ്പണം. അപ്പോൾ അവർക്ക് പോരായിക്കിട്ട് നിങ്ങൾ പറയണത്, ഞങ്ങൾ ജനസംഖ്യ അനുഭവം ഇത്ര കിട്ടുന്ന സമുദായത്തിൽ ഞങ്ങൾക്ക് ഇത്ര കിട്ടി, ബാക്കി ഇത്ര കൊടുക്കണം എന്ന് നിങ്ങൾ വാങ്ങിക്കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ഷീണം ചെയ്യും. ഞാൻ ഇത് പറയാൻ അങ്ങനെ വൈരാഗ്യം കൊണ്ട് പടക്കൊണ്ടല്ല, ഇത് സൂചിപ്പിച്ചില്ലെങ്കിൽ അവർ ആപത്തിലേക്ക് UDF പോകും. ആപത്തിലേക്ക് പോയി കിട്ടാൽ അത് ജയത്തെ ബാധിക്കും. ഇനിയൊരു ചാൻസ് ഇല്ല, നോ ചാൻസ് അറ്റാൾ. അതാണ് ഈ പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പലതും വെച്ചിട്ട് 2 ടൈം, ഈ ഒരു ടൈമിൽ ഇനി ചാൻസ് ഇല്ല. അപ്പം അതുകൊണ്ട് 47 സീറ്റെങ്കിലും മുസ്ലിം സമുദായത്തിൽ നിങ്ങൾ കൊടുക്കണം. അത് എല്ലാവർക്കും ജനസംഖ്യാനുകൾ കൊടുക്കണം. അല്ല മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അതിൽ ദളിതുകൾക്കൂടെ വിഷയമല്ല, അവർക്ക് റിസർവേഷൻ ഉണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽ ഓവറാണ്, നായർ സമുദായത്തിൽ ഓവറാണ്. പിന്നുള്ള മറ്റ് കൊച്ചു കൊച്ചു സമുദായങ്ങൾ അവർക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അത് അപ്പോൾ ഇപ്പോൾ പോരായികളുള്ള മുഴുവൻ ജോലി ആയാലും ഇതാണെങ്കിലും മുസ്ലിം സമുദായം. അതുകൊണ്ടാണ് അവരുടെ പേര് വന്നത്. അവരോട് പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ അവരോട് വാദിക്കുന്ന പാർട്ടിയൊന്നുമില്ല. ഞങ്ങൾ ദേശീയ പാർട്ടിയാണ്, ജനതാദൾ ആർട്ടിസ്റ്റ്. ഒരു സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി വാദിക്കുന്ന ആളല്ല, മൊത്തത്തിൽ വാദിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന മെസ്സേജാണ് 47 സീറ്റെങ്കിലും വേണം. അതിൽ 27 സീറ്റിൽ കൊടുക്കാൻ 3-4 സീറ്റ് ലീഗിന് മുസ്ലിം അയക്കും. അപ്പോൾ ഒരു 24 സീറ്റ് കിട്ടിയാൽ, ഒരു 23 സീറ്റ് കിട്ടിയാൽ ബാക്കി 24 സീറ്റെങ്കിലും മുസ്ലിം സമുദായത്തിൽ കൊടുക്കണം, കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ പാർട്ടിയും. അപ്പോൾ ഏതാണ്ട് ഒരു ജില്ലയിൽ നിന്ന് 2 സീറ്റ്, 14-28, 2 പേരെങ്കിലും വേണ്ടി വരും. അത് ഇന്നത്തെ ലിസ്റ്റിൽ വരുന്നില്ല. ഞങ്ങളും ചെക്ക് ചെയ്തിട്ട് അവരും ചെക്ക് ചെയ്ത്, ചെക്ക് ചെയ്ത് പറയുന്നത് അവർക്ക് വെൽ സ്റ്റഡിയേഡ്, എഡ്യൂക്കേറ്റഡ് പിന്നെ യുവാക്കളാണ്, യൂത്ത് ആണ്. കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി പഠിച്ചു വന്ന ആൾക്കാർ, യാതൊരു താല്പര്യവും വർഗീയതയുള്ളതല്ല. അവർക്ക് ഒരു സമുദായത്തിൽ മറ്റുള്ള കിട്ടുമെന്ന് മാത്രമേ, അത് തെറ്റു പറയാനും പറ്റില്ല ജനാധിപത്യ യുഗത്തിൽ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നല്ലതാണ്, അല്ലെങ്കിൽ അപകടമാണ്. അല്ല ജാനുവിൻ്റെ വാക്കോ അല്ലെങ്കിൽ പിന്നെ എന്താണ് മറ്റേ പാർട്ടികളിലോ ഫോർവേഡ് ബ്ലോക്കിൽ പാർട്ടി പറയുമ്പോൾ എല്ലാ കാര്യം വോട്ട് കിടക്കുന്നത് വേറെയാണ്. വോട്ട് കിടക്കുന്നവർക്ക് കിട്ടണമെങ്കിൽ അവരൊന്ന് തൃപ്തിപ്പെടുത്തണം. അല്ല മുസ്ലിം ലീഗ് പറയും പോലെ 5-ാം മന്ത്രി സ്ഥാനം മുസ്ലിം ലീഗ് ചോദിച്ചതല്ല ഭരണം പോയത്. അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, ശരിയാണ്, അത് രീതി തെറ്റിപ്പോയി, അങ്ങനെയല്ല ചോദിക്കേണ്ടത്, അതൊക്കെ പോട്ടെ. പക്ഷെ ഇതാണ് അറബിക് സർവകലാശാല കൊടുത്ത, അതെല്ലാം പിണങ്ങി മുസ്ലിം സമുദായം വീണ്ടും LDF നിന്ന് വിട്ട് ഇപ്പം UDF സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം വരെയും.
പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇനി സപ്പോർട്ട് തുറന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് മത്സരിക്ക് സ്ഥാനം വേണം. ആർക്ക് കൊടുക്കും നമ്മൾ പറയുന്നില്ല, അത് നിങ്ങൾ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, നോ പ്രോബ്ലം. അത് മറന്നു പോരുത്. അല്ല, അവിടെ ഒരു സീറ്റ് വരുമ്പോഴേ അല്ല, ഇപ്പോൾ രാജ്യസഭയിലേക്ക് 3 സീറ്റ് മുസ്ലിം വന്നുകൂടി. വെള്ളാപ്പള്ളിക്ക് പറഞ്ഞ ഭാഷയല്ലേ, എന്ത് ഭാഷ വന്നറിയോ? എടോ എത്രയുണ്ടാകെ 541 മുസ്ലിങ്ങളിലാണ് 24 പേര് പോലും ഇല്ല പാർലമെന്റിലേക്ക്, 2 ഡസൻ പോലും ഇല്ല. എത്രയാണ്? 10% 51 വരും, 5% 25, 4%. ഇത് 20% ഒരു സമുദായത്തിൽ 4% പോലും ബാധിച്ചില്ല ഇന്ത്യൻ പാർലമെന്റിൽ. എന്നിട്ട് 3 മുസ്ലിങ്ങൾ കേരളത്തിൽ 3 പാർട്ടിയിൽ പോയപ്പോഴേക്കും പറയുന്നറിയോ, എല്ലാം മുസ്ലിംക്കായത്. അതൊക്കെ വെള്ളാപ്പള്ളിക്ക് തല്ലുമില്ലാത്തതുകൊണ്ട് അതൊക്കെ തല്ലുകളും മാറിക്കോളും, അത് പോട്ടെ. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നമുക്ക് നല്ലത്. ഞാനിപ്പോൾ ഇത്രയും ആധികാരികമായിട്ടും സത്യമായിട്ടും കുറച്ച് എടുത്തു പറയാൻ കാരണം, ഞാനിപ്പോൾ പ്രത്യേകിച്ച് UDF ഏത് നിലയ്ക്കെങ്കിലും UDF അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയാണ്. UDF അധികാരം കയറിയില്ലെങ്കിൽ LDF നിലനിൽക്കില്ല. LDF നിലനിൽക്കണമെങ്കിൽ ഇത്തവണ UDF അധികാരത്തിൽ കാരണം LDF നിലനിൽക്കും, അല്ലെങ്കിൽ LDF പോവും UDF പോവും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ, മുസ്ലിം സമുദായത്തിൻ്റെ വികാരമാണ്, എൻ്റെ വികാരമല്ല. അത് ഞാൻ എൻ്റെ വായിൽ കൂടി എൻ്റെ ഗ്രൂപ്പ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പറയുന്നതുള്ളൂ. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.